അവിടുത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു വിഷയമാണല്ലോ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും എവിടെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദികളായവരെ കൃത്യമായി കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പ്രാപ്തമാണ് കേരളത്തിലെ പോലീസ് സംവിധാനം. ഇന്ത്യയിലുള്ള പോലീസ് സംവിധാനങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് സംവിധാനവും അന്വേഷണ സംവിധാനവുമാണ് കേരളത്തിലുള്ളത്. പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങളാണെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സമിതി ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോടതികളുടെ നിർദ്ദേശവുമെല്ലാം പരിഗണിച്ചുകൊണ്ട് കൃത്യമായി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന് കഴിയും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അല്ല, അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാനീ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ അത് കേരളത്തിൽ ഭരണത്തിലുള്ള ഇതിന് ചുമതലപ്പെട്ടവരും പാർട്ടിയുടെ നേതാക്കന്മാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിക്കും. എല്ലാ വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടത് വിശദമായി നിങ്ങളോട് പറയാൻ പ്രാപ്തരാണ് കേരളത്തിലുള്ള ഗവൺമെൻറ് നേതൃത്വവും ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വത്തിൻ്റെ ഭാരവാഹികളുമെല്ലാം. ഞാൻ അതിനെക്കുറിച്ചൊരു അഭിപ്രായം കൂടുതൽ ഇവിടെ പറയേണ്ട കാര്യമില്ല.